ടേസ്റ്റിയായ നല്ലൊരു ബീഫ് ഫ്രൈ ഇന്ന് നമുക്ക് തയ്യാറാക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അത് ഞാനിവിടെ 10 അല്ലി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉള്ളി അതും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് പകരം കുഞ്ഞുള്ളി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 500 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബീഫ് അവിടെ ഇരുന്ന് വേവട്ടെ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1½ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിരുന്ന് നല്ലതായിട്ടൊന്ന് പറ്റട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്ക് ക്യാപ്സിക്കം, ഉള്ളിയും അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു അരമുറി ക്യാപ്സിക്കവും അരമുറി ഉള്ളിയും എടുത്തിട്ടുണ്ട്. ബീഫ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പറ്റിപ്പിടിക്കും. ബീഫിലെ വെള്ളമെല്ലാം പറ്റി നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.